മനുഷ്യന്റെ ആർത്തി അവനെ എത്രത്തോളം മൃഗമാക്കാമെന്നതിന്റെ ഭീതിതമായ ഉദാഹരണമാണ് ഈ ചരിത്രം. സ്വർണത്തോടുള്ള മോഹം മൂത്ത് സ്വന്തം സഹോദരിമാരെ പോലെയുള്ള സ്ത്രീകളെ തന്ത്രപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീ. ക്ഷേത്രമുറ്റങ്ങളിൽ മരണത്തിന്റെ വിത്തുകൾ പാകിയ സൈനൈഡ് മല്ലികയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിചിതമല്ലാത്ത മുഖങ്ങൾക്ക് പിന്നിലെ ചതിക്കുഴികളെക്കുറിച്ചാണ്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. 1998 ആ തുലാവർഷ രാത്രിക്ക് പതിവിലേറെ കടുപ്പമുണ്ടായിരുന്നു. ബാംഗ്ലൂരിനടുത്തുള്ള കഗലിപുര ഗ്രാമത്തിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. ആകാശത്ത് മിന്നൽ പിണരുകൾ വെട്ടിത്തിളങ്ങുമ്പോൾ ആ പഴയ വീടിന്റെ ഉമ്മറത്ത് ഒരു വലിയ ബഹളം നടക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്, നിന്നെപ്പോലൊരു പാപിയെ എനിക്കിനി സഹിക്കാനാവില്ല. ഭർത്താവിന്റെ ആക്രോശം മഴയുടെ ശബ്ദത്തെ പോലും ഭേദിച്ചു. കെമ്പമ്മ എന്ന 30കാരിയായ ആ സ്ത്രീ തന്റെ കീറിയ സാരിത്തുമ്പ് മുറുക്കി ഉടുത്തു. അവളുടെ മുഖത്ത് കണ്ണീരായിരുന്നില്ല, മറിച്ച് ജ്വലിക്കുന്ന കനലായിരുന്നു. അവൾ നടത്തിയ ചിട്ടി ബിസിനസ് തകർന്നിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടമാണ് ഉണ്ടായിരിക്കുന്നത്. തന്റെ ആർത്തിയും അമിത മോഹവുമാണ് കുടുംബത്തെ ഈ ഗതിയിലാക്കിയതെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ പശ്ചാത്താപത്തിനു പകരം അവളുടെ ഉള്ളിൽ വളർന്നത് ഈ ലോകത്തോടുള്ള കടുത്ത വെറുപ്പായിരുന്നു. കയ്യിൽ ഒരു ചെറിയ പൊതിയുമായി അവൾ മഴയത്തേക്കിറങ്ങി. ചെളി നിറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചിത്രം മാത്രം തെളിഞ്ഞു നിന്നു. സ്വർണം, തിളങ്ങുന്ന മഞ്ഞ ലോഹം. അത് മാത്രമാണ് തന്റെ ദാരിദ്ര്യത്തിന് അറുതി വരുത്തുക എന്നവൾ ഉറപ്പിച്ചു. ഒരു വശത്ത് വിശപ്പും മറുവശത്ത് അപമാനവും അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഏതാനും ആഴ്ചകൾ അവൾ തെരുവുകളിൽ അലഞ്ഞു. അവിടെയാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാനെത്തുന്ന സ്ത്രീകൾ. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ലഹരിയിൽ അവർ തങ്ങളുടെ രഹസ്യങ്ങൾ അപരിചിതരോട് പോലും പങ്കുവെക്കാൻ തയ്യാറാണ്. അവരുടെ കഴുത്തിലും കാതിലും തിളങ്ങുന്ന ആഭരണങ്ങൾ കെമ്പമ്മയുടെ കണ്ണുകൾ വിടർത്തി. അവിടെ വെച്ചാണ് കെമ്പമ്മ മല്ലികയായി മാറാൻ തീരുമാനിച്ചത്. അവൾ തന്റെ മുടി ഒതുക്കിക്കെട്ടി, നെറ്റിയിൽ വലിയൊരു കുങ്കുമക്കുറി ചാർത്തി. കഴുത്തിൽ തുളസിമാലകളും കയ്യിൽ കുറച്ച് പൂജാവസ്തുക്കളുമായി അവൾ ക്ഷേത്രമുറ്റങ്ങളിൽ പതിവുകാരിയായി. ആരെങ്കിലും സങ്കടം പറയുമ്പോൾ അവൾ ഒരു അമ്മയെപ്പോലെ അവരെ ചേർത്ത് പിടിച്ചു. മോളെ, നിന്റെ കഷ്ടപ്പാടുകൾ തീരാൻ ഒരു വഴിയുണ്ട്. ആരും അറിയാതെ ചെയ്യേണ്ട ഒരു പൂജ. അവളുടെ ശബ്ദത്തിന് ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. ആ കെണിയിൽ വീഴാൻ പോകുന്ന ഇരകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ആ രാത്രികളിൽ അവൾ ഉറങ്ങിയില്ല. ഒരു ചെറിയ കുപ്പിയിൽ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വെളുത്ത തരികൾ, സൈനൈഡ്, അതായിരുന്നു അവളുടെ പുതിയ ദൈവം. ആ തരികൾ വെള്ളത്തിൽ കലരുമ്പോൾ അത് മരണത്തിന്റെ തീർത്ഥമായി മാറുമെന്ന് അവൾക്ക് മാത്രം അറിയാമായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് ക്രൂരതയിലേക്കുള്ള ആ മാറ്റം അതിവേഗമായിരുന്നു. തന്റെ ആദ്യത്തെ ഇരയെ കണ്ടെത്താൻ അവൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ഹോസ്കോട്ടിലെ ആ ചെറിയ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ മല്ലികയുടെ ഉള്ളിൽ ഒരു ഹിംസ്രജന്തു ഉണർന്നു കഴിഞ്ഞിരുന്നു. പണത്തോടുള്ള ആർത്തി അവളുടെ ഹൃദയത്തിലെ അവസാനത്തെ നന്മയുടെ തരിയും കെടുത്തിക്കളഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരയായ ആ വനിതാ സീരിയൽ കില്ലറുടെ യാത്ര ആരംഭിക്കുന്നത്. 1999 ഒരു ഉച്ചതിരിഞ്ഞ സമയം ഹോസ്കോട്ടിലെ ആ പഴയ ക്ഷേത്ര പരിസരത്ത് കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധം വായുവിൽ തങ്ങി നിന്നിരുന്നു. മണിച്ചിത്തറയിലെ മണികൾക്കിടയിലൂടെ മല്ലിക തന്റെ ഇരയെ നിരീക്ഷിച്ചു. 30 വയസ്സുകാരിയായ മമതാ രാജൻ. കണ്ണുകളിൽ കണ്ണീരും മനസ്സിൽ നിറയെ ആകുലതകളുമായി അവൾ ശ്രീകോവിലിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയായിരുന്നു. മല്ലിക പതുക്കെ അവൾക്കരികിലേക്ക് നീങ്ങി. എന്തിനാ മോളെ ഇത്ര സങ്കടപ്പെടുന്നത്? നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. മല്ലികയുടെ ശബ്ദത്തിൽ ഒരു അമ്മയുടെ വാത്സല്യം തുളുമ്പി നിന്നു. മമത തന്റെ സങ്കടങ്ങൾ ഓരോന്നായി അജ്ഞാതയായ ആ സ്ത്രീയോട് തുറന്നു പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും അവളെ തളർത്തിയിരുന്നു. മല്ലിക പതുക്കെ അവളുടെ തോളിൽ കൈവച്ചു. എല്ലാം മാറും. നീ ആരും അറിയാതെ ഒരു പ്രത്യേക പൂജ ചെയ്യണം. അത് ചെയ്താൽ നിന്റെ എല്ലാ ദോഷങ്ങളും പമ്പ കടക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് അതീവ രഹസ്യമായിരിക്കണം. വീട്ടിൽ ആരോടും പറയരുത്. മരണത്തിന്റെ ആ വലയിൽ മമത അറിയാതെ വീണു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മല്ലിക പറഞ്ഞതനുസരിച്ച് മമത തന്റെ പക്കലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് നഗരത്തിന് പുറത്തുള്ള ഒരു ഒറ്റപ്പെട്ട ക്ഷേത്രത്തിന് സമീപമെത്തി. മല്ലിക അവിടെ കാത്തു നിന്നിരുന്നു. ഇവിടെ വായോ, ഈ കാവ്യവസ്ത്രം ധരിക്കൂ. ഇനി കണ്ണടച്ചു പ്രാർത്ഥിക്കൂ. ഈ പൂജ തീരുമ്പോൾ നിന്റെ ജീവിതം മാറി മറിയും. മല്ലികയുടെ വാക്കുകൾ കേട്ട് മമത കണ്ണടച്ചു. അന്തരീക്ഷത്തിൽ അസാധാരണമായൊരു നിശബ്ദത പടർന്നു. പക്ഷികളുടെ കരച്ചിൽ പോലും നിന്നുപോയതുപോലെ.
മല്ലിക തന്റെ സഞ്ചിയിൽ നിന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി പുറത്തെടുത്തു. അതിലവൾ കരുതി വെച്ച തീർത്ഥമുണ്ടായിരുന്നു. വെളുത്ത നിറത്തിലുള്ള ആ പൊടി അതിനകം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. മോളെ, ദാ ഇത് കുടിക്കൂ. ഇതാണ് നിന്റെ പാപങ്ങൾ തീർക്കുന്ന പുണ്യതീർത്ഥം. മമത വിശ്വസിച്ചുകൊണ്ട് ആ വെള്ളം കുടിച്ചു. അടുത്ത നിമിഷം അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. തൊണ്ടയിൽ തീ കത്തുന്നത് പോലെ ഒരു അനുഭവം. അവൾ കൈകൾ കൊണ്ട് സ്വന്തം കഴുത്തിൽ അമർത്തി. നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശരീരം വിറച്ചു. മല്ലിക അനങ്ങാതെ നിന്നു. അവൾ മമതയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് ഭയമോ വിഷമമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരുതരം ഭ്രാന്തമായ ആവേശമായിരുന്നു. മമത തറയിൽ വീണ് പിടയുമ്പോൾ മല്ലിക മുട്ടുകുത്തിയിരുന്ന് അവളുടെ കഴുത്തിലെ മാല അഴിച്ചെടുക്കാൻ തുടങ്ങി. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ മോളെ? ഇനി നീ ഒരിക്കലും സങ്കടപ്പെടില്ല. മല്ലികയുടെ ആ ശാന്തമായ ശബ്ദം മമതയുടെ അവസാനത്തെ ബോധത്തിലേക്കും ഒരു ഇടിയായി പതിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആ ശരീരം നിശ്ചലമായി. മമതയുടെ ശരീരത്തിൽ നിന്ന് സ്വർണമെല്ലാം കവർന്നെടുത്ത ശേഷം മല്ലിക ആ മൃതദേഹം അവിടെ ഉപേക്ഷിച്ചു. ഒരു നിഴൽ പോലെ അവൾ ഇരുട്ടിലേക്ക് മറഞ്ഞു. കൈകളിൽ തിളങ്ങുന്ന സ്വർണത്തേക്കാൾ തന്റെ ഉള്ളിലെ ക്രൂരത പൂർത്തിയാക്കിയതിന്റെ ആശ്വാസമായിരുന്നു അവൾക്ക്. ആദ്യത്തെ രക്തം മണ്ണിൽ വീണുകഴിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. 1999 തുടങ്ങിയ ആ യാത്രയിൽ മല്ലികയ്ക്ക് ഒട്ടും പശ്ചാത്താപം തോന്നിയിരുന്നില്ല. ഓരോ കൊലപാതകവും അവൾക്ക് പുതിയൊരു ആത്മവിശ്വാസമാണ് നൽകിയത്. താൻ ആരെയും പേടിക്കേണ്ടതില്ലെന്നും ഭക്തിയുടെ ഈ മുഖംമൂടിക്ക് പിന്നിൽ താൻ സുരക്ഷിതയാണെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ 2007 അവസാന മാസങ്ങളെത്തി. കർണാടകയിലെ ബാംഗ്ലൂർ, ഹൊസൂർ, കോലാർ എന്നിവിടങ്ങളിൽ നിന്നായി സ്ത്രീകളുടെ ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മൃതദേഹങ്ങളിൽ മുറിവുകളില്ല, ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങളില്ല. പക്ഷേ ഒരു കാര്യം പൊതുവായിരുന്നു. മരിച്ചവർ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയിരുന്നവരാണ്. എല്ലാവരുടെയും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ഇതൊരു സാധാരണ കൊലപാതകിയല്ല, പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ പറഞ്ഞു. മരണത്തിന് സൈനൈഡിന്റെ മണമുണ്ട്. കൈപ്പുള്ള ബദാമിന്റെ ആ ഗന്ധം പല മൃതദേഹങ്ങളിൽ നിന്നും പോലീസ് തിരിച്ചറിഞ്ഞു. നാട്ടുകാർക്കിടയിൽ ഭീതി പടർന്നു. ക്ഷേത്രങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകൾ ഭയന്നു വിറച്ചു. ഒരു മരണത്തിന്റെ മാലാഖ നാടുനീളെ നടക്കുന്നുണ്ടെന്ന കഥകൾ പ്രചരിച്ചു. മല്ലികയാകട്ടെ ഓരോ നഗരത്തിലും പുതിയ പേരുകളിൽ അറിയപ്പെട്ടു. ചിലയിടത്ത് അവൾ ശ്രീദേവിയായി, ചിലയിടത്ത് ലക്ഷ്മിയായി. ലോഡ്ജുകളിൽ നിന്ന് ലോഡ്ജുകളിലേക്ക് അവൾ മാറി താമസിച്ചു. ഓരോ ഇരയും തിരഞ്ഞെടുത്തത് വളരെ കൃത്യതയോടെയായിരുന്നു. ഒക്ടോബർ മാസത്തിൽ എലിസബത്ത് എന്ന സ്ത്രീയെ അവൾ ഒരു ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തി. ഡിസംബറിൽ യശോദമ്മയും മുനിയമ്മയും പില്ലമ്മയും അവളുടെ ഇരകളായി. മല്ലികയുടെ ക്രൂരതയുടെ പാരമ്യമായിരുന്നു നാഗവേണി എന്ന സ്ത്രീയുടെ കൊലപാതകം. ഒരു വലിയ പൂജ നടത്താമെന്ന് പറഞ്ഞ് നാഗവേണിയെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് നാഗവേണിക്ക് സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങളുമായി മല്ലിക സ്ഥലം വിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞാണ് നാഗവേണിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തുന്നത്. ഓരോ കൊലപാതകത്തിന് ശേഷവും മല്ലിക ആഭരണങ്ങൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ആഡംബരമായി ജീവിച്ചു. വില കൂടിയ സാരികൾ, വസ്ത്രങ്ങൾ. അവളുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങിയിരുന്നു. പക്ഷേ അവളുടെ കൈകളിൽ പുരണ്ട രക്തം ഒരിക്കലും കഴുകിക്കളയാനാകുമായിരുന്നില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങളിലെ ഫോൺ കോളുകൾ അവർ നിരീക്ഷിച്ചു. സ്വർണം വിറ്റ കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാ സ്ഥലങ്ങളിലും മധ്യവയസ്കയായ ശാന്ത സ്വഭാവമുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ട്. അദൃശ്യമായ ആ നിഴലിന് പതുക്കെ ഒരു രൂപം ലഭിച്ചു തുടങ്ങി. KD കെമ്പമ്മ എന്ന മല്ലികയെ തേടി പോലീസിന്റെ വല മുറുകുകയായിരുന്നു. പക്ഷേ മല്ലിക അപ്പോഴും തന്റെ അടുത്ത ഇരയെ കണ്ടെത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അവളുടെ ബാഗിൽ അവസാനത്തെ തീർത്ഥത്തിനായുള്ള സൈനൈഡ് ബാക്കിയുണ്ടായിരുന്നു. 2007 ഡിസംബർ 31 ലോകം പുതുവർഷത്തെ വരവേൽക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ബംഗളൂരു നഗരത്തിലെ തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിൽ മരണം മണക്കുന്ന മറ്റൊരു കഥ അരങ്ങേറാൻ പോവുകയായിരുന്നു. കയ്യിൽ ഒരു ചെറിയ ബാഗുമായി സാധാരണക്കാരിയായ ഒരു സ്ത്രീ ബസ് സ്റ്റാൻഡിലെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അത് മല്ലികയായിരുന്നു. അവളുടെ ബാഗിൽ നാഗവേണി എന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് തട്ടിയെടുത്ത ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വർണം വെച്ച് പണമാക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു അവൾ. എന്നാൽ ഇത്തവണ അവളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പോലീസിന്റെ അദൃശ്യമായ വല അവൾക്ക് ചുറ്റും മുറുകിക്കഴിഞ്ഞു. കെമ്പമ്മ, ഒരു കടുപ്പമുള്ള ശബ്ദം കേട്ട് അവൾ തലയുയർത്തി. മുന്നിൽ നിൽക്കുന്നത് ബംഗളൂരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ.
അവളുടെ മുഖത്ത് ഒരു നിമിഷം പോലും ഭയത്തിന്റെ നിഴൽ പടർന്നില്ല. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൾ പോലീസിനൊപ്പം നടന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യ മണിക്കൂറിൽ അവൾ മൗനം പാലിച്ചു. എന്നാൽ പോലീസ് തെളിവുകൾ ഓരോന്നായി നിരത്താൻ തുടങ്ങിയപ്പോൾ ആ മൗനം തകർന്നു. അവൾ ഓരോ കൊലപാതകവും വിവരിച്ചു, യാതൊരു സങ്കടവുമില്ലാതെ, ഒരു പഴയ കഥ പറയുന്നത് പോലെ. 6 സ്ത്രീകളെ എങ്ങനെ കൊലപ്പെടുത്തിയെന്നും അവരുടെ സ്വർണം എവിടെ വിറ്റുവെന്നും അവൾ പോലീസിനോട് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ശിക്ഷിക്കപ്പെട്ട വനിതാ സീരിയൽ കില്ലറുടെ ക്രൂരത കേട്ട് ഉദ്യോഗസ്ഥർ പോലും നടുങ്ങിപ്പോയി. 2010 കോടതി വിധി വന്നു. മല്ലികയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കർണാടകയിൽ വധശിക്ഷ ലഭിക്കുന്ന ആദ്യത്തെ സ്ത്രീയായിരുന്നു മല്ലിക. എന്നാൽ പിന്നീട് തെളിവുകളുടെയും നിയമപരമായ നൂലാമാലകളുടെയും അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ആ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. ഇന്ന് ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലെ സെല്ലിൽ അവർ കഴിയുന്നു. അവിടെ അവൾ മറ്റു തടവുകാർക്കിടയിൽ മല്ലിക എന്നറിയപ്പെടുന്നു. ഒരു കാലത്ത് താൻ കൊന്ന സ്ത്രീകളുടെ നിലവിളികൾ ആ ജയിൽ ഭിത്തികളിൽ അവൾ കേൾക്കുന്നുണ്ടാകുന്നു. ജയിലിലെ അന്തേവാസികളിൽ പലരും അവളെ പേടിയോടെയാണ് നോക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തോഴി ശശികല ജയിലിലെത്തിയപ്പോൾ അവരോട് സംസാരിക്കാൻ പോലും മല്ലിക ശ്രമിച്ചിരുന്നു. ജയിലിലെ ആത്മീയമായ പ്രഭാഷണങ്ങളിലും പൂജകളിലും അവൾ ഇന്നും പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത് മരണത്തിന്റെ തീർത്ഥം നൽകാനല്ല, മറിച്ച് തന്റെ അവസാന നാളുകൾ എണ്ണി തീർക്കാനാണ്. വിശ്വാസത്തെ ചതിച്ചും ദൈവത്തിന്റെ സന്നിധിയെ രക്തം കൊണ്ട് നനച്ചും അവൾ നടത്തിയ ആ പൈശാചിക യാത്ര അവിടെ അവസാനിച്ചു. സൈനൈഡ് മല്ലിക എന്ന പേര് ഇന്ന് ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ മായാത്ത ഒരു കറുത്ത പാടാണ്. സ്വർണത്തോടുള്ള ആർത്തി ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കാമെന്നതിന്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലായി അവൾ ഇന്നും ആ ഇരുമ്പഴികൾക്കുള്ളിൽ ജീവിക്കുന്നു.